ആഗോള അരി വിപണിയിൽ ഇന്ത്യക്ക് തിരിച്ചടി. കെനിയയിലും ന്യൂസിലാൻഡിലും ജനിതകമാറ്റം വരുത്തിയ ബസുമതി അരിയുടെ വിൽപ്പന സംബന്ധിച്ച ഹർജി തള്ളിയതാണ് വെല്ലുവിളിയായത്. ആരോമാറ്റിക് അരിയുടെ GI ടാഗ് സംബന്ധിച്ച EPEDAയുടെ ഹർജി ന്യൂസിലൻഡ് ഹൈക്കോടതിയും കെനിയയിലെ അപ്പീൽ കോടതിയും തള്ളി. ഇന്ത്യയുടെ ബസുമതി അരിയുടെ സർട്ടിഫിക്കേഷൻ ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ മാർക്കിനുള്ള അപേക്ഷ തള്ളിയതിനെതിരെ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി നൽകിയ അപ്പീൽ ന്യൂസിലാൻഡ് ഹൈക്കോടതി തള്ളുകയായിരുന്നു. GI ടാഗ് നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ അതോറിറ്റിയായ അപേഡ 2019 ഫെബ്രുവരിയിൽ ന്യൂസിലാൻഡിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കേഷൻ മാർക്ക് തേടിയിരുന്നു. എന്നാൽ 5 വർഷത്തിനു ശേഷം അസിസ്റ്റന്റ് കമ്മീഷണർ ഫോർ ട്രേഡ് മാർക്കുകൾ ഇന്ത്യയുടെ അപേക്ഷ നിരസിക്കുകയായിരുന്നു. ന്യൂസിലൻഡിന്റെ ട്രേഡ് മാർക്ക് ആക്ട് 2002 ബസുമതിയുടെ പുതിയ വിപണി കണ്ടെത്തുന്നതിൽ തടസ്സമായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർണാടകയിൽ കരിമ്പ് കർഷകരുടെ പ്രതിഷേധത്തിന് താൽക്കാലിക ആശ്വാസം. കർഷകർക്ക് ടണ്ണിന് 100 രൂപ അധികം നൽകാൻ തീരുമാനം. സംസ്ഥാന സർക്കാരും പഞ്ചസാര ഫാക്ടറി ഉടമകളും തമ്മിൽ നടന്ന ചർച്ചകളെ തുടർന്ന് കർഷകർക്ക് നിലവിൽ ടണ്ണിന് 3200 രൂപ നൽകുന്നതിന് പുറമെ 100 രൂപ കൂടി നൽകാൻ തീരുമാനമായി. ഇതോടെ 2025-26 സീസണിൽ കർണാടകയിലെ കരിമ്പ് കർഷകർക്ക് ടണ്ണിന് 3300 വില ലഭിക്കും. അതേസമയം മില്ലുകൾ വഹിക്കുന്ന വിളവെടുപ്പ്, ഗതാഗത ചെലവ് ഇതിൽ ഉൾപ്പെടുന്നില്ല. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി വടക്കൻ കർണാടകയിലെ പ്രധാന കരിമ്പ് ഉൽപാദക മേഖലയായ ബെൽഗാവി, ബാഗൽകോട്ട്, വിജയപുര, ഹാവേരി തുടങ്ങിയ ജില്ലകളിലെ കർഷകർ മികച്ച വില ആവശ്യപ്പെട്ട പ്രതിഷേധത്തിലാണ്. ടണ്ണിന് 3500 രൂപ ലഭിക്കണമെന്നായിരുന്നു കർഷകരുടെ ആവശ്യം. പഞ്ചസാര മില്ലർമാർ FRPയിൽ കൂടുതൽ വില നൽകാൻ വിസമ്മതിച്ചു. ഈ പ്രതിസന്ധി കർഷക പ്രതിഷേധത്തിന് കാരണമായി. ഇതുമൂലം നിരവധി ഫാക്ടറികളിലേക്കുള്ള കരിമ്പ് വിതരണം തടസ്സപ്പെട്ടു. ചർച്ചകളെ തുടർന്ന് ഫാക്ടറികൾ 3250 രൂപ നൽകാനും സംസ്ഥാനം ടണ്ണിന് 50 രൂപയും നൽകാൻ തീരുമാനമായി. ഉത്തർപ്രദേശിനും മഹാരാഷ്ട്രയ്ക്കും ശേഷം മൂന്നാമത്തെ വലിയ കരിമ്പ് ഉൽപാദക സംസ്ഥാനമാണ് കർണാടക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ കോഴിമുട്ട കയറ്റുമതിയിൽ വർധന. അറബ് രാജ്യങ്ങളിൽ നിന്നും ഡിമാൻഡ് ഉയർന്നതാണ് കയറ്റുമതിക്ക് നേട്ടമായത്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 6 മാസങ്ങളിൽ ഇന്ത്യയുടെ കോഴിമുട്ട കയറ്റുമതി ഇരട്ടിയിലധികം വർദ്ധിച്ച് $149 മില്യൺ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും കോഴിമുട്ടയുടെ ഡിമാൻഡ് ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ മുട്ട ഉൽപ്പന്നങ്ങൾക്ക് കയറ്റുമതി $71.16 മില്യൺ ആയിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ഉയർന്നെങ്കിലും മറ്റു രാജ്യങ്ങളുടെ കയറ്റുമതി ഇടിവ് രേഖപ്പെടുത്തി. കാലങ്ങളായി ഇന്ത്യൻ കോഴിമുട്ടയുടെ ഏറ്റവും വലിയ വാങ്ങലുകാരാണ് ഒമാൻ. എന്നാൽ ഇത്തവണ നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 6 മാസങ്ങളിൽ ഒമാനെ മറികടന്ന് UAE മുന്നിലെത്തിയിരിക്കുകയാണ്. തുർക്കിയിലെയും ഇറാനിലെയും ഉൽപാദന പ്രശ്നങ്ങൾ കാരണം ആഗോള വിതരണത്തിലുണ്ടായ ക്ഷാമമാണ് ഇന്ത്യൻ കയറ്റുമതിയുടെ വളർച്ചയ്ക്ക് നേട്ടമായത്. തുർക്കിയും ഇറാനും മിഡിൽ ഈസ്റ്റ് വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. പ്രാദേശിക ഉൽപാദന പ്രശ്നങ്ങൾ കാരണം ക്ഷാമം നേരിടുന്ന US-ലേക്ക് തുർക്കിയും കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ വർഷം ജൂണിൽ നാമക്കൽ മേഖലയിൽ നിന്ന് ഇന്ത്യ ആദ്യമായി 1 കോടി കോഴിമുട്ടകൾ വിതരണം ചെയ്തിട്ടുണ്ട്. UAE, ഒമാൻ എന്നിവയ്ക്ക് പുറമെ ജപ്പാൻ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ കോഴിമുട്ടകൾക്ക് നല്ല ഡിമാൻഡുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.